ഹലോ ഗായ്സ്, ഇന്ന് എല്ലാവർക്കും എന്തായിരുന്നു സ്പെഷ്യൽ? ഞാൻ അങ്ങനെ സ്പെഷ്യൽ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയൻ ആക്കാന്ന് വിചാരിച്ചത്. കാരണം കോളിഫ്ലവർ ഇരിക്കണ്ടേ. ഹായ്, എന്നെയാണ് കോളിഫ്ലവർ ആണോ ഭംഗി? എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ പുഴുകുണ്ടോ നോക്കി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാൽ അപ്പടി പുഴുവായിരുന്നു. അങ്ങനെ ഇതാ ശ്രദ്ധിച്ചെല്ലാം കൂടി ഇതാ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. റൈസിന്റെ പരിപാടി കൂടെ തന്നെ ഞാൻ ഇതേ വേഗം ഗോപിയുടെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതാ നമുക്ക് വേഗം വേഗം ഫുഡായാലല്ലേ 1 മണിക്ക് ഭക്ഷണം വേഗം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ മോൻ മണ്ണടിച്ചപ്പോൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവനും കൊടുത്തു. അങ്ങനെ പറഞ്ഞു വിട്ടു. ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഇരുമ്പ് ചീനച്ചട്ടി ചൂടാവല്ലേ. പിന്നെ അതാ ടേസ്റ്റ് ചെയ്യാൻ നോക്കി ഒരു കോളിഫ്ലവർ അങ്ങോട്ട് എടുത്തു. കാരണം ഉപ്പാണോ മുളകാണോ എന്തോ കൂടുതലല്ലോ നോക്കല്ലേ. സാധാരണ പോലെ തന്നെ ഉപ്പ്. അപ്പോഴാണ് ആലോചിച്ചത്, ദൈവമേ കോൺഫ്ലവർ കുറച്ചും കൂടി വേണമല്ലോ എന്ന്. പിന്നെ അത് ഒരൊറ്റ ഓട്ടായിരുന്നു കടയിലേക്ക്. അങ്ങനെ അത് അതും മേടിച്ച് വന്ന്. മോനാണെങ്കിൽ എൻ്റെ ഒരു കുറുക്കുറെ അങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട് എടുത്തു. അങ്ങനെ തിരിച്ചു വന്ന് വേഗം ഗോപിയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ? ഞാനൊക്കെ ഈ അടുത്തായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ അത് എഗ് സ്റ്റീം ചെയ്യാനും വെച്ചു. അപ്പോഴേക്കും ഒരു ഹറിബറി അങ്ങോട്ട് കഴിഞ്ഞു. വേഗം അങ്ങോട്ട് പാത്രം കഴുകി നേരെ നമ്മുടെ തുണി അങ്ങോട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ കൊണ്ട് മേലെ കൊണ്ടിടാനായിട്ട് പോയിട്ടോ. അങ്ങനെ അതാ തിരിച്ചു വന്ന് എല്ലാം ഞാൻ സെറ്റാക്കി. കാരണം 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്ക് ഭക്ഷണമൊക്കെ വേഗം വേഗം റെഡിയാക്കി കിടക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ആശ്വാസത്തിൽ നേരെ ക്ലീൻ ചെയ്യാൻ പോയിട്ടോ. ഞാനിപ്പോൾ ഇതാ ക്ലീൻ ചെയ്ത് ചൂലെടുത്ത് അവനൊപ്പം വേണം, ഞാൻ കോരി എടുത്ത് അവന് കോരി വേണം, ഞാൻ കോലെടുത്ത് അവന് കോലി വേണം. അങ്ങനെ ആ വഴക്കൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒരു ചായ അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് സെറ്റായി. അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പം എല്ലാവർക്കും ബൈ.